ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. വായ്പാ തുക ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ വരുന്നതിന് മുന്നേ പലിശ ഈടാക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ പൂട്ട്. റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ്. വായ്പ എടുക്കുന്നവരിൽ നിന്ന് അമിത പലിശ ഈടാക്കാൻ ഇനി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പറ്റില്ല. ഉപഭോക്താക്കളുടെ അജ്ഞതയാണ് ഇവിടെ പലപ്പോഴും മുതലെടുക്കുന്നത്. അത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവണതയ്ക്ക് കടിഞ്ഞാണിടാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കർക്കശ നിർദ്ദേശം വന്നിരിക്കുന്നത്. വായ്പ എടുക്കുന്നവരിൽ നിന്ന് അമിത പലിശ ഈടാക്കാനായി പലതരത്തിലുള്ള തന്ത്രങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ അനുവർത്തിച്ചു വരുന്നുണ്ട്. നിലവിൽ വായ്പ അനുവദിക്കുന്ന തീയതി മുതൽ പലിശ ഈടാക്കുന്ന പ്രവണത ചില ധനകാര്യ സ്ഥാപനങ്ങൾ പിന്തുടരുന്നുണ്ട്. മേലിൽ വായ്പാ തുക ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ വരുന്ന തീയതി മുതൽക്കേ പലിശ ഈടാക്കാൻ അനുവദിക്കൂ. ചെക്ക് വഴി വായ്പാ തുക നൽകുമ്പോഴും ഇത്തരത്തിലുള്ള രീതി ധനകാര്യ സ്ഥാപനങ്ങൾ പിന്തുടരുന്നുണ്ട്. ചെക്കിലെ തീയതി വച്ചാണ് വായ്പാ പലിശ ഈടാക്കുന്നത്. എന്നാൽ അത് പണമാക്കുന്ന തീയതി മുതൽ മാത്രമേ ഇനി പലിശ ഈടാക്കി തുടങ്ങാവൂ. വായ്പ കുടിശ്ശികയുള്ള ദിവസങ്ങളിലേക്ക് മാത്രമേ പലിശ ഈടാക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ മുഴുവൻ മാസത്തെയും പലിശ ഈടാക്കുന്ന രീതിയാണ് ഇത് അവസാനിപ്പിക്കും. തുടക്കത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഒന്നിലേറെ മാസത്തവണകൾ മുൻകൂറായി വാങ്ങുകയും എന്നാൽ വായ്പ എടുക്കുന്ന മുഴുവൻ തുകയ്ക്കും പലിശ ഈടാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വെട്ടിപ്പും ചില ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് ദോഷകരമാകുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇത്തരം നടപടികൾക്കെതിരെ മേലിൽ കർക്കശ നിലപാട് സ്വീകരിക്കുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നു. വായ്പകളുടെ വിതരണത്തിലും പലിശ കണക്കാക്കുന്നതിലും സുതാര്യമായ നടപടികൾ വേണമെന്ന് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. ഈ മേഖലയിലെ നിയന്ത്രണ സംവിധാനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് റിസർവ് ബാങ്കിന്റെ ഇടപെടൽ. വായ്പകളുടെ പലിശ കണക്കാക്കുന്നതിൽ ന്യായീകരിക്കാനാകാത്ത രീതികൾ ബാങ്കുകൾ സ്വീകരിക്കുന്നു എന്ന പരാതികൾ നിരവധിയാണെന്നും റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടി. പ്രതിമാസ തിരിച്ചടവ് തുകകളിലും വലിയ കള്ളക്കളികൾ റിസർവ് ബാങ്ക് നടത്തുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടെന്നും റിസർവ് ബാങ്ക് പറയുന്നു. പ്രീപെയ്ഡ് വാലറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് മുൻപ് അവയ്ക്ക് നിയമസാധുത ഉണ്ടോ എന്ന് ഉപഭോക്താക്കൾ ഉറപ്പുവരുത്തണമെന്നും റിസർവ് ബാങ്ക് അറിയിക്കുന്നു. ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന ടാക് ചാർട്ട് ടെക്നോളജീസ് എന്ന കമ്പനി റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ പ്രീപെയ്ഡ് വാലറ്റ് സംവിധാനങ്ങൾ നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടതിനു ശേഷമാണ് പുതിയ അറിയിപ്പ്. ഈ കമ്പനി ഉപയോക്താക്കളിൽ നിന്ന് സ്വീകരിച്ച പണം പ്രീപെയ്ഡ് വാലറ്റിലുള്ള ബാലൻസ് തിരികെ നൽകണമെന്ന് റിസർവ് ബാങ്ക് ഉത്തരവിറക്കിയിരുന്നു. ഏപ്രിൽ 17 പണം തിരികെ നൽകണമെന്നാണ് ബാങ്ക് ആവശ്യപ്പെട്ടത്. എന്നാൽ കമ്പനിയുടെ അഭ്യർത്ഥന പ്രകാരം മെയ് 17 വരെ പണം തിരികെ നൽകാൻ അവസരം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഈ കമ്പനി ഉപയോക്താക്കൾക്ക് ഇടപാടുകൾ നടത്തിയപ്പോൾ നൽകിയ ക്യാഷ് ബാക്ക് പണം കമ്പനിക്ക് തിരിച്ചു നൽകാൻ റിസർവ് ബാങ്ക് ഉത്തരവിട്ടതായി വ്യാജ പ്രചാരണം നടത്തി. അംഗീകൃത പ്രീപെയ്ഡ് വാലറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനികളുടെ വിവരങ്ങൾ റിസർവ് ബാങ്ക് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. മൊത്തം 32 കമ്പനികളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് മണപ്പുറം ഫിനാൻസ്, യൂണിമണി ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് സാമ്പത്തിക തട്ടിപ്പുകൾ കുത്തനെ ഉയരുന്നതായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സൂചനകൾ നൽകുന്നു. 2024 മാർച്ചിൽ അവസാനിച്ച 6 മാസ കാലയളവിൽ ആഭ്യന്തര പേയ്മെന്റ് തട്ടിപ്പുകൾ 70.64% ഉയർന്ന് 2604 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 1526 കോടി രൂപയായിരുന്നു. തട്ടിപ്പുകളുടെ എണ്ണം മാർച്ച് വരെയുള്ള 6 മാസ കാലയളവിൽ 15.51 ലക്ഷമായി ഉയർന്നതായി RBI ഡാറ്റ കാണിക്കുന്നുണ്ട്. മാർച്ചിൽ മാത്രം 2.57 ലക്ഷം പേയ്മെന്റ് തട്ടിപ്പുകൾ നടന്നു. 471 കോടിയാണ് ഇത്തരത്തിൽ മാത്രം തട്ടിയെടുത്തത്. ഫെബ്രുവരിയിൽ 2.53 ലക്ഷം തട്ടിപ്പുകളിൽ നിന്നായി 503 കോടിയും നഷ്ടമായി. 2023 ഡിസംബർ 27 ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ, ഇന്റർനെറ്റ് സെഗ്മെന്റുകൾ എന്നിവ വഴി ബാങ്കുകൾ പെട്ടെന്നുള്ള തട്ടിപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചതായും RBI പറയുന്നു. 2023-24 ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടവരുടെ ശരാശരി തുക 85% കുറഞ്ഞു. കാർഡ് ഇന്റർനെറ്റ് വിഭാഗത്തിൽ തട്ടിപ്പുകളുടെ എണ്ണം 624% കുത്തനെ ഉയർന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.